നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈനിൽ യുദ്ധം തുടങ്ങിയതോടെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ആശങ്കയിലാണ്. രാജ്യത്ത് വിമാനങ്ങൾക്ക് ഉക്രൈൻ വിലക്കേർപ്പെടുത്തുകയും കീവ് വിമാനത്താവളം അടച്ചിടുകയും ചെയ്തതോടെയാണ് രക്ഷപ്പെടാനുള്ള അവസരം മലയാളികൾക്ക് മുടങ്ങിയത്. വിദ്യാർത്ഥികളടക്കം നിരവധി മലയാളികൾ യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എത്ര പേരാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന കാര്യത്തിൽ നോർക്കയിൽ കൃത്യമായ കണക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഒഡീഷ സർവകലാശാലയിൽ 200 മലയാളി വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് വിവരം. ഉക്രൈനിലെ ഇന്ത്യക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കും. ഉക്രൈൻ യുദ്ധം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്ന സുരക്ഷാ യോഗത്തിൽ ഇന്ത്യ നിലപാടറിയിക്കുകയുണ്ടായി. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യൻ പ്രതിനിധി TS തിരുമൂർത്തി പറഞ്ഞു. ഉക്രൈനിൽ കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കാനുള്ള ഇന്ത്യയുടെ രക്ഷാദൗത്യം മുടങ്ങിയിരിക്കുകയാണ്. വിമാനത്താവളങ്ങൾ അടച്ചതോടെയാണ് ഒഴിപ്പിക്കൽ നടപടി മുടങ്ങിയത്. ഇറാന് വ്യോമാതിർത്തിയിൽ എത്തിയപ്പോഴാണ് എയർപോർട്ട് അടച്ച വിവരം എയർ ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇതേ തുടർന്ന് തിരികെ പറക്കുകയായിരുന്നു. ഇതോടെ ഇന്ത്യ അയച്ച എയർ ഇന്ത്യ ഡൽഹിയിലേക്ക് മടങ്ങിയത്. ടിക്കറ്റ് എടുത്തവർക്ക് തിരികെ മടങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇവരുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന കാര്യത്തിൽ വളരെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. യുക്രൈനിൽ യുദ്ധമുണ്ടായതിന് പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യ യുക്രൈൻ സംഘർഷം അപകടകരമായ സ്ഥിതിയിലേക്ക് പോകുകയാണെന്ന് കേന്ദ്രം വ്യക്തമാക്കി. സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭ ഇടപെടണം. ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ മേഖലയുടെ സമാധാനം തകരുമെന്ന് ഇന്ത്യ പ്രതികരിച്ചു. അതേസമയം ഉക്രൈനിൽ നിന്നും ഇന്ന് പുലർച്ചെ പുറപ്പെട്ട എയർ ഇന്ത്യയുടെ 2ാം വിമാനം ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ബോറിസ്പിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിദ്യാർത്ഥികളടക്കം 242 പേർ ഇന്ത്യയിൽ എത്തിച്ചേർന്നിരുന്നു. യുക്രൈനിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലെന്നായിരുന്നു വിദ്യാർത്ഥികൾ പ്രതികരിച്ചത്. മെഡിക്കൽ വിദ്യാർത്ഥികളാണ് കൂടുതലും ഉക്രൈനിൽ പഠനം നടത്തുന്നത്. മറ്റ് വിമാന സർവീസുകൾ 25, 27, മാർച്ച് 6 എന്നീ തീയതികളിലായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ യുക്രൈനിലെ വിമാനത്താവളങ്ങളെല്ലാം അടച്ച സാഹചര്യത്തിൽ മലയാളികളെ തിരികെ എത്തിക്കുന്ന കാര്യം നിലവിൽ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. രക്ഷപ്പെടുത്താൻ ഒരു ചെറിയ പഴുത് കിട്ടിയാൽ ഏത് വിധേനയും അവരെ തിരികെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. യുക്രൈനിൽ കുടുങ്ങിയ മലയാളികൾക്കായി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ +3 8 0 9 9 7 3 0 0 483 അതല്ലെങ്കിൽ +3 8 0 9 9 7 3 0 0 428 എന്ന നമ്പറുകളിൽ സഹായത്തിനായി ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ യുക്രൈനിലുള്ളവർക്ക് ബന്ധപ്പെടാനുള്ള ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. cosn1.kyiv@mea.gov.in എന്നാണ് ഇമെയിൽ ID. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.